ഫുട്ബോൾ ലോകത്തെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് ഇപ്പോൾ കളത്തിൽ സൂപ്പർ താരം ലാമിൻ യമാൽ പുറത്തെടുക്കുന്നതിലെ. കാരണം ഈ ഒരു ഏജിലും 17 വയസ്സ് 5 മാസം ഈ ഒരു ഏജിൽ തന്നെ അദ്ദേഹം അതിശയിപ്പിക്കുകയാണ്. ഓരോരോ നേട്ടങ്ങൾ, അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകളൊക്കെ മുന്നിൽ നിർത്തിയിട്ട് നമ്മളെല്ലാവരെയും അതിശയിപ്പിക്കുകയാണ്. കാരണം യൂറോ കപ്പ് നേടി, അതിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആയി. അതുപോലെ തന്നെ ഇപ്പോൾ ഗ്ലോബ് സോക്കർ അവാർഡ് നേടി. ബലൺ ഡോറിൻ്റെ ചടങ്ങിൽ വെച്ചിട്ട് അദ്ദേഹം മികച്ച യുവതാരത്തിനുള്ള അവാർഡ് അവിടെ നേടി. അങ്ങനെ പലവിധ റെക്കോർഡുകൾ ഈ ഒരു കുറഞ്ഞ വയസ്സിൽ തന്നെ, ഈ ഒരു 17 വയസ്സിൽ തന്നെ അദ്ദേഹം നേടിയിട്ട് നമ്മളെല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൂപ്പർ താരങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയെയും ലയണൽ മെസ്സിയെയും ഒക്കെ മെസ്സിയുടെയും റൊണാൾഡോയുടെയും ഒക്കെ 17 വയസ്സിൽ അവർ ചെയ്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ആ ഏജിൽ ലാമിൻ യമാൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ വ്യത്യസ്തമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് 26 അസിസ്റ്റുകളും 13 ഗോളുകളുമാണ് 17ാമത്തെ വയസ്സിൽ ലാമിൻ യമാൽ നേടിയത്. അതിനെ പുറത്ത് സ്റ്റാറ്റസ് വേറെ ഉണ്ട് കേട്ടോ, യൂറോ കപ്പ് നേടിയത് റെക്കോർഡുകൾ വേറെ ഉണ്ട്. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയുടെയും കണക്കുകൾ ഈ ഒരു ഏജിൽ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഏജിൽ അവർ കാര്യമായിട്ടൊന്നും നേടിയിട്ടില്ല എന്നുള്ളതാണ്. ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് 2 മത്സരങ്ങൾ മാത്രമാണ് ഈ ഒരു ഏജിൽ ലയണൽ മെസ്സി കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 0 ഗോൾ 0 അസിസ്റ്റ്, ഒരു ഗോൾ കോൺട്രിബ്യൂഷനും ഇല്ല അദ്ദേഹത്തിന് അന്ന് ബാഴ്സയിൽ ഈ ഒരു ഏജിൽ. ക്രിസ്ത്യാനോ റൊണാൾഡോ ആവട്ടെ സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹം കളിച്ച് തുടങ്ങിയിട്ടേ ഇല്ല ഈ ഒരു ഏജിൽ. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ മടങ്ങ് മത്സര രീതിയാണ് നമുക്ക് ഈ സൂപ്പർ താരം ലാമിൻ യമാൽ ഈ ഒരു ഏജിൽ കാണിച്ചു തന്നത്. ഒരു പക്ഷേ അദ്ദേഹം ഈ ഒരു സ്റ്റാറ്റസ് നിലനിർത്തുകയാണെങ്കിൽ, ഈ ഒരു പെർഫോമൻസ് നിലനിർത്തുകയാണെങ്കിൽ ഫുട്ബോൾ കരിയറിലെ, ഫുട്ബോൾ ലോകത്തെ പല റെക്കോർഡുകളും അദ്ദേഹത്തിന് പിന്നാലെ വരും. പല റെക്കോർഡും പലതും ലാമിൻ യമാലിൻ്റെ പേരിലാകുമെന്നതിൽ സംശയമില്ല. പക്ഷേ പല താരങ്ങൾക്കും അവർ കളത്തിലേക്ക് ഇറങ്ങുന്ന പ്രതീതി കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ കരിയറിൽ നിലനിർത്താൻ കഴിയാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ ലാമിൻ യമാലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല, എങ്ങനെ അവസാനിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം എന്ന് കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യസന്ധമായിട്ടുള്ള കാര്യമാണത്. അദ്ദേഹം ആ ഒരു കരിയറിൽ ഈ ഒരു ഫോം അതേപടി നിലനിർത്തുകയാണെങ്കിൽ ഒരു പക്ഷേ പല ഫുട്ബോൾ ലെജൻഡുകളുടെയും റെക്കോർഡുകൾ അദ്ദേഹത്തിന് മറികടക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഏതായാലും 39 ഗോൾ കോൺട്രിബ്യൂഷനാണ് ടോട്ടൽ ഈ ഒരു ഏജിൽ അദ്ദേഹത്തിന് ഉള്ളത്. ലയണൽ മെസ്സിയുടെയും റൊണാൾഡോയുടെയും ഒക്കെ മുകളിലാണ് എന്നല്ല പറയുന്നത്. ഈ ഒരു ഏജിൽ അവർ കാണിച്ചതും ലാമിൻ യമാൽ കാണിച്ചതും തമ്മിലുള്ള വ്യത്യാസം മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചത്. ഏതായാലും കളത്തിൽ പുതിയ ആളുകൾ, പുതിയ താരങ്ങൾ വന്നിട്ട് നമുക്ക് എക്കാലത്തും ഫുട്ബോളിൽ പുതിയ താരങ്ങൾ ഉദയം ചെയ്യുമെന്നുള്ളത് നമുക്കറിയാം. ഒരു താരം പോയാൽ മറ്റുള്ള 4 താരങ്ങൾ വേറെ വരുന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ലാമിൻ യമാലും നല്ലൊരു മികച്ചൊരു കരിയർ ഉയർത്തട്ടെ, നമുക്കൊക്കെ കണ്ടിരിക്കാമല്ലോ ഓരോ ഫുട്ബോൾ താരത്തിൻ്റെയും മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കളത്തിൽ അല്ലേ. ഒരു താരം പോകുമ്പോഴത്തേനും മെസ്സി റൊണാൾഡോ ഒക്കെ പോകുമ്പോഴത്തേനും മികച്ച താരങ്ങൾ വരട്ടെ, അവരുടെയൊക്കെ മത്സരങ്ങൾ കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ കഴിയട്ടെ എന്നുള്ളതാണ്.